ഹലോ, ഇന്നത്തെ റെസിപ്പി ഒരു സ്പെഷ്യൽ ചെമ്മീൻ കറിയാണ്. ചക്കക്കുരു മുരിങ്ങക്കോലും ഇട്ട് വെച്ച ചെമ്മീൻ കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ആദ്യം ഒരു ചട്ടിയിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങക്കോലിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഇത് നമുക്കൊരു 80% നമുക്കിത് കുക്ക് ചെയ്ത് എടുക്കണം. ഇനി ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് ചക്കക്കുരുവാണ്. അതും ഒരു 2-3 മിനിറ്റ് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇനി ആഡ് ചെയ്യാൻ പോകുന്നത് പച്ചമുളകും പച്ചമാങ്ങയുമാണ്. 2 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം പച്ചമാങ്ങയും കൂടി ഇട്ട് ലോ ഫ്ലെയിമിൽ 2-3 മിനിറ്റ്സ് അതും കുക്ക് ചെയ്തെടുക്കുക. ഇതെല്ലാം വെന്ത് വരുമ്പോൾ നമ്മൾ ഇനി ആഡ് ചെയ്യാൻ പോകുന്ന കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീനാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് ഒരു 2-3 മിനിറ്റ്സ് ഇത് കുക്ക് ചെയ്തെടുക്കണം. ഇനി നമുക്ക് അരപ്പുണ്ടാക്കണം. അതിന് 1/2 കപ്പ് തേങ്ങയിലേക്ക് 1 ടീസ്പൂണിന് കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂണ് സാധാരണ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണ് ഉലുവാപ്പൊടിയും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സിയിൽ അടിച്ച് എടുക്കുന്നുണ്ട്. മഷി പോലെ അരച്ചെടുത്തതിന് ശേഷം ഞാൻ എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ആ കൂട്ടിലേക്ക് നമ്മളിത് ഒഴിച്ചു കൊടുക്കുകയാണ്. ആ മിക്സിയുടെ ജാറും കൂടെ കഴുകി 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഇതിലേക്ക് ഒഴിച്ച് ഇളക്കി തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് കുറച്ച് കരിവേപ്പിലയാണ്. അതും കൂടെ ഇട്ട് ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം നമ്മളിത് മാറ്റി വയ്ക്കുന്നു. ഇനി നമുക്ക് കടുക് താളിക്കണം. അതിന് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് ആവശ്യത്തിന് കടുകും കൊച്ചുള്ളിയും കരിവേപ്പിലയും വറ്റൽമുളകും കൂടി ഇട്ട് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് ഒരു 1/2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും കൂടെ ഇട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുത്ത് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻകറിയിലേക്ക് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക. ഒന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ ചെമ്മീൻ ചക്കക്കുരു മുരിങ്ങക്കോല് മീൻകറി റെഡിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക്